ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ അല്ലെങ്കിൽ നാളെയുടെ ജനിതകം നമുക്കൊരു 10 മിനിറ്റിൽ സെറ്റാക്കാം. കാരണം ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്, അതിനൊരു സിമ്പിൾ ചാപ്റ്റർ കൂടിയാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ആദ്യം നമുക്ക് നോക്കുമ്പം ഈ ഒരു എന്താ പറയുക, നമ്മുടെ ജെനറ്റിക് എൻജിനീയറിംഗ് വഴി എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, ഈ ഒരു കാര്യമാണ് നമുക്ക് ആദ്യം പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം നിങ്ങളോട് അടയാളപ്പെടുത്തിയിട്ട് പഠിക്കാൻ ഭാഗങ്ങൾ ഏതാണ്, ആ ഒരു സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ഹ്യൂമൻ സെൽ അല്ലെങ്കിൽ മനുഷ്യകോശം എടുക്കുന്നു. അതിൽ നിന്നും മനുഷ്യൻ്റെ DNA, ഏത് DNA ആണ് നമുക്ക്, നമ്മുടെ മനുഷ്യൻ്റെ DNA ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ എടുക്കുന്നു, മർമ്മത്തിൽ നിന്ന് എടുക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഇൻസുലിൻ ജീൻ എന്താണ് മുറിച്ചെടുക്കുകയാണ്. ഈ കംപ്ലീറ്റ് DNAയിൽ നിന്ന് നമുക്ക് ഇൻസുലിൻ ജീൻ നമ്മൾ എന്ത് ചെയ്യും, മുറിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ DNA ആയിട്ടുള്ള വട്ടത്തിലുള്ള DNA ആണ് പ്ലാസ്മിഡ് അല്ലേ. ഈ പ്ലാസ്മിഡ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഐസൊലേറ്റ് ചെയ്തെടുക്കുകയാണ്, വേർതിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ പ്ലാസ്മിഡിൽ ഒരു ചെറിയ കട്ടുണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക, ജെനറ്റിക് സിസേഴ്സ് അല്ലേ. എൻസൈംസ് ആണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ, നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമുകളാണ് ജെനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ അതുപയോഗിച്ച് നമ്മളിവിടെ കട്ട് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ഇൻസുലിൻ ജീനിനെ എന്ത് ചെയ്യുന്നു, ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പശയാണ്, പക്ഷേ ഇവിടെ ജീൻ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജെനറ്റിക് ഗ്ലൂ ലിഗേസ് എൻസൈം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത നമ്മുടെ പ്ലാസ്മിഡിനെ, അതായത് ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡിനെ ഒരു ബാക്ടീരിയൽ കോശത്തിലേക്ക്, ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ബാക്ടീരിയനെ നമ്മളൊരു കൾച്ചർ മീഡിയത്തിൽ അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് വളർത്തുന്ന സമയത്ത് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ ബാക്ടീരിയയിലേക്കും എന്ത് കിട്ടും, നമ്മുടെ ഈ ഒരു ജെനറ്റിക് മെറ്റീരിയലും നമ്മുടെ ഇൻസുലിൻ ജീനും കിട്ടും. അപ്പോൾ ആ ബാക്ടീരിയ ഒക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇനാക്റ്റീവ് ഇൻസുലിൻ ആണ്, പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിനാണ്. നമ്മൾ അതിൽ നിന്ന് ആക്റ്റീവ് ഇൻസുലിൻ വേർതിരിച്ചെടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ജീൻ നമ്മുടെ കോശത്തിലാണ് ഉണ്ടായിരുന്നത്, മനുഷ്യ കോശത്തിലുണ്ടായിരുന്ന മനുഷ്യ ജീനിനെ, ഇൻസുലിൻ ജീനിനെ എവിടെ എത്തിച്ചു, നമ്മുടെ ബാക്ടീരിയൽ സെല്ലിലേക്ക് എത്തിച്ചു, ബാക്ടീരിയൽ കോശത്തിലേക്ക് എത്തിച്ചു. ആരാണ് എത്തിച്ചേ, പ്ലാസ്മിഡ്. അപ്പോൾ പ്ലാസ്മിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ എ ജീൻ ഫ്രം വൺ സെൽ ടു അനദർ സെൽ. ഒരു കോശത്തിൽ നിന്ന് ജനിതക വസ്തുവിനെ, ജനറ്റിക് മെറ്റീരിയലിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരെ നമ്മളൊരു പേര് പറയും, അതാണ് വെക്ടേഴ്സ്. ഇവിടെ നമ്മളുടെ വെക്ടർ ആരാണ്, പ്ലാസ്മിഡാണ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീനിനെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ജെനറ്റിക് സിസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിക്കാൻ, ജെനറ്റിക് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതുപോലെ ജെനറ്റിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം, ജീനുകളെ കൂട്ടിച്ചേർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് നമ്മുടെ ലിഗേസ് എൻസൈം ആണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മളുടെ ജെനറ്റിക് എൻജിനീയറിംഗിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ടെക്നോളജി, ദാറ്റ് ഈസ് ജീൻ തെറാപ്പി. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സാ രീതിയാണ്. നമുക്ക് ജനിതക അസുഖങ്ങൾ അല്ലെങ്കിൽ ജെനറ്റിക് ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ, നമുക്ക് ജനിതക രോഗങ്ങളെ സാധാരണ മാറ്റാൻ പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ജീൻ തെറാപ്പി വെച്ചിട്ട് അത് മാറ്റാം അല്ലേ. എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്, അപ്പോൾ ഒരു ജീൻ തകരാറിലായതുകൊണ്ടാണ് നമുക്കതൊരു അസുഖമായിട്ട് മാറിയത്. അപ്പോൾ അത് ഏത് ജീനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ജീനിനെ മുറിച്ചു മാറ്റിയിട്ട് പകരം ഒരു ഫങ്ഷണലായ, ഒരു പ്രവർത്തന സജ്ജമായ ജീനിനെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. കട്ട് ചെയ്യാൻ നമുക്ക് എൻസൈം ഉണ്ട്, കൂട്ടിച്ചേർക്കാനും നമുക്ക് എൻസൈം ഉണ്ട്. സോ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇതൊരു ചികിത്സാ രീതിയാണ്. എന്താ ചെയ്യുന്നത്, നമ്മൾ ഡിസീസിന് കാരണമായിട്ടുള്ള ജീൻസ് ആർ റിമൂവ്ഡ് അല്ലെ, രോഗത്തിന് കാരണമായ ജീനുകളെ മുറിച്ചു മാറ്റി പകരം നോർമൽ ഫങ്ഷണൽ ജീൻസ്, സാധാരണ പ്രവർത്തന സജ്ജമായ ജീനുകളെ വെച്ച് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളുടെ DNA എന്ന് പറഞ്ഞാൽ കണ്ണിൽ കൂടി കാണാൻ പറ്റില്ല. അതിന് അതിൽ എത്രയധികം നീളമുണ്ട്, 2.2 മീറ്ററാണ് നമ്മുടെ DNA. അപ്പോൾ ഏത് ജീനാണ് തകരാറിലായത്, അപ്പോൾ നമ്മളുടെ മുടിക്കാണ് പ്രശ്നം, ഈ മുടിയുടെ ആണ് അസുഖം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനാണ് അസുഖം. ഈ ഒരു സ്കിന്നിന് ഈ ഒരു അസുഖം വരുത്താൻ കാരണമായ ജീൻ എവിടെയാണ് കാണുന്നത്, ഏത് പൊസിഷനിലാണ് കാണുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു പ്രോജക്റ്റാണ് മനുഷ്യ ജീനോം പദ്ധതി അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഇത് നടത്തിയപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി, നമ്മളുടെ മനുഷ്യന്മാരുടെ DNAയിൽ എത്ര ജീനുകളുണ്ട്, ഓരോ ജീനുകളുടെ പൊസിഷൻ എവിടെയാണ് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അതുകൂടാതെ നമ്മളുടെ
നമുക്ക് 24,000-ഓളം ജീനുകളുണ്ടെന്നും അതിലെ മെജോറിറ്റി ജീൻസും ഒരു പണിയും എടുക്കാത്ത ജങ്ക് ജീനുകളാണെന്നും നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മളും വേറൊരാളും തമ്മിൽ 0.2% മാത്രമേ, അല്ലെ 0.1% മാത്രമേ എന്തുള്ളൂ ഡിഫറൻസ് ഉള്ളൂ. ആൻഡ് 200-ഓളം ജീനുകൾ നമ്മളുടെ ഉള്ളത് തന്നെയാണ് ബാക്ടീരിയയ്ക്കുള്ളത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ജീൻ തെറാപ്പി പോലത്തെ ചികിത്സാ രീതികൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മളുടെ ഓരോ സ്വഭാവത്തിനും കാരണമായ ജീനിൻ്റെ സ്ഥാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതായത് ലൊക്കേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെ ലൊക്കേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ടെക്നോളജീനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയാം. അതായത് നമ്മളുടെ കംപ്ലീറ്റ് DNA-യിൽ ഒരു സ്വഭാവത്തിന് കാരണമായ ജീന് ഏത് ലൊക്കേഷനിലാണ്, ഏത് സ്ഥാനത്താണുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു ജീൻ മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മളുടെ ശരീരത്തിലെ ഓരോ ജീൻ എവിടെയാണ്, ഏത് സ്ഥലത്താണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടാവുകയാണെങ്കിൽ ആ അസുഖത്തിന് കാരണമായിട്ടുള്ള ജീനിൻ്റെ സ്ഥാനം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്തു, അതിനെ മുറിച്ച് മാറ്റി പകരം നമ്മൾ വെച്ചു. ഓക്കെ. പിന്നെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ളൊരു അടുത്ത ടെക്നോളജിയാണ് നമ്മളുടെ ഫാം ആനിമൽസ് അല്ലെങ്കിൽ മരുന്ന് തരുന്ന മൃഗങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു പ്രോട്ടീൻ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഡയബറ്റീസ്, പ്രമേഹം പോലത്തെ രോഗങ്ങൾ, പിന്നെ നമുക്ക് പെയിൻ മാറാൻ എൻഡോർഫിൻ, വൈറൽ അസുഖങ്ങൾ, വൈറൽ ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ നമ്മളുടെ ഇൻ്റർഫെറോൺസ്, അതുപോലെ തന്നെ നമ്മളുടെ ഗ്രോത്ത് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ജീനിൻ്റെ സ്ഥാനം നമ്മളുടെ ബോഡിയിൽ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. ആ ജീനിനെ നമ്മൾ എന്ത് ചെയ്തു, മുറിച്ചെടുത്തിട്ട് നമ്മളൊരു മൃഗത്തിൻ്റെ ഉള്ളിൽ, ഒരു അനിമലിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ആ അനിമലിൻ്റെ പാലിലൂടെ, മിൽക്കിൽ നിന്നും ബ്ലഡിൽ നിന്നും നമുക്ക് ആ പ്രോട്ടീൻ കിട്ടി. ആ പ്രോട്ടീൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതാണ് ഫാം ആനിമൽസിൻ്റെ കോൺസെപ്റ്റ്. ആൻഡ് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ അലക് ജെഫ്രി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഈ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞാൽ DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലേ. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളതാണോ? സിമ്പിളാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും DNA-യിൽ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം, ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ്, ഇപ്പോൾ ഒരാളുടേത് AGTCC ആണെങ്കിൽ വേറൊരാളുടേത് AGTCA ആയിരിക്കും. ഒരിക്കലും രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ സെയിം ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഓരോരുത്തരുടെയും ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് എന്താണ്, ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി അല്ലേ. നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. ഇതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെ DNA ടെസ്റ്റിംഗ് അല്ലെ DNA പ്രൊഫൈലിങ്ങിൻ്റെ ബേസിസ്. ഓക്കെ. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുകയാണ് DNA-യുടെ ആ ഒരു ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ്. അപ്പം എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ എ DNA. ഒരു DNA-യിൽ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ലൈക്ക് ദ ഡിഫറൻസ് ഇൻ ദ ഫിംഗർ പ്രിൻറ്റ്സ് ഓഫ് ഈച്ച് പേഴ്സൺ. ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ നമുക്ക് എന്താണ് സിമിലാരിറ്റി ഉണ്ടാവും. ആൻഡ് ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം, പാരൻ്റൽ ഡിസ്പ്യൂട്ട്സിൽ, മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ പാരൻസിനെ കണ്ടുപിടിക്കാൻ, നമ്മുടെ കുടുംബ പാരമ്പര്യം, നമ്മുടെ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വാറ്, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റി, യുദ്ധം, പ്രകൃതിക്ഷോഭം മൂലം കുഞ്ഞുങ്ങളെയൊക്കെ കൊച്ചിലേ നഷ്ടപ്പെട്ട് അവർ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, പിന്നെ റോബറി, അതുപോലെ തന്നെ മർഡർ അറ്റംപ്റ്റ്സിലൊക്കെ യഥാർത്ഥ ആ ഒരു കുറ്റവാളി കൾപ്രിറ്റിനെ കണ്ടുപിടിക്കാനും. അതെങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കുക, ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ബ്ലഡ് സാമ്പിളോ സെലൈവയോ ബോഡി ഫ്ലൂയിഡോ ഹെയറോ നെയിലോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ DNA പ്രൊഫൈലിംഗ് ചെയ്യാം. അപ്പോൾ അവിടുന്ന് കിട്ടിയ സാമ്പിള് നമ്മൾ എന്ത് വെച്ച് കമ്പയർ ചെയ്യുന്നു, നമുക്ക് സംശയമുള്ള ആൾക്കാരുടെ DNA സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥ ആ ഒരു കുറ്റവാളി ആണ് സംശയിക്കുന്ന ആളുകളിൽ ഉണ്ടാവുമെങ്കിൽ രണ്ടും മാച്ച് ചെയ്യും. ഓക്കെ. അപ്പം ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇത് എന്തായാലും ചോദിക്കും. അതുപോലെ തന്നെ ജീൻ തെറാപ്പി, പിന്നെ നമ്മളുടെ ഈ ഒരു കാര്യം. ഓക്കെ. ജെനറ്റിക് സിസേഴ്സ്, ജെനറ്റിക് വെക്ടേഴ്സ് ആൻഡ് ജെനറ്റിക് ഗ്ലൂ, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അതുപോലെ ജീനോം എന്താണ്, കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ ഇൻ എൻ ഓർഗാനിസം. ഒരു ആളിലുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് ജീനോം എന്ന് പറയാം. പ്രവർത്തന സജ്ജമല്ലാത്ത ജീനുകളെ ജങ്ക് ജീൻസ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. താങ്ക് യു.